കഥ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത സമയം തൊട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് സന്തോഷത്തോടെ ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ക്യാരക്ടേഴ്സും എല്ലാം അങ്ങനെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിലുള്ള എല്ലാവരും ഇപ്പോൾ നിമിചേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഇതിലങ്ങനെ ഒരു നായിക അല്ലെങ്കിൽ നായകൻ അങ്ങനെയല്ല. ഇതിൻ്റെ കഥ തന്നെയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ബേബികളിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെയും വന്നിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യൻസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് അത്രത്തോളം ആവശ്യമുള്ളൊരു സിനിമയും കൂടിയായിരുന്നു. അതെല്ലാവരും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്താണ് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്യുന്നതാണോ അതോ ഹാപ്പി ക്യാരക്ടേഴ്സിൽ ആരും ചൂസ് ചെയ്യുന്നില്ല? പൊന്മാനിൽ അത്ര വലിയ ദുഃഖപുത്രികമായിരുന്നു, എന്നാലും കുറെ കരഞ്ഞായിരുന്നു. ഇല്ല അതിന് കുറവാണ്. ഇല്ല അവസാനം മാത്രമേ ഉള്ളൂ കുറച്ച് കരഞ്ഞിട്ടുള്ളൂ. അതെ, ആ ഹസ്ബൻഡിന്റെ ആ ഒരു സംഭവത്തിൽ കരഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഇത് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിൽ ഞാൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് നോക്കുന്നത്. അതിലെല്ലാം അങ്ങനെ കരച്ച് ടൈപ്പ്കാസ്റ്റ് പോകുന്ന ഒരു പേടിയുണ്ടോ? ഇല്ല, കാരണം വേറെ ജോണേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ പേടി.